ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ദേണ്ട വൈകിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി സിറ്റ് ഔട്ടിൽ ഉപ്പേരിയൊക്കെ കുറച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണേ. പിന്നെ ഇന്നലെ നല്ല കാറ്റും മഴയുമായിരുന്നു കേട്ടോ. കാറ്റത്തും മഴയത്തും ഞങ്ങളുടെ പ്ലാവിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാവേ. അത് മറിഞ്ഞിട്ട് അപ്പുറത്തെ വീടിൻ്റെ മണ്ടയിലോട്ട് വീണു. വീടിങ്ങനെ കിടക്കുക, താഴെ ഗ്രാവലിൻ്റെ കുറവുണ്ട്, അത് കാരണമാണ് അതങ്ങനെ മറിഞ്ഞങ്ങോട്ട് പോയത് കേട്ടോ. അങ്ങനെ ഞാൻ പിടിച്ച് വലിച്ചിട്ടൊന്നും അത് ഇങ്ങനെ നേരെ നിർത്താൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. അവസാനം പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. അവർ വൈകിട്ട് വന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇടക്കുമായിരുന്നു അത്. അങ്ങനെ ഞങ്ങളുടെ ഒട്ടുമാവ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു 3-4 വർഷമായി ഈ ഒട്ടുമാവ് മേടിച്ച് വെച്ചിട്ട്. എല്ലാ പ്രാവശ്യവും ഇതിൽ ഒത്തിരി മാങ്ങയൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഉള്ള മാങ്ങകളൊക്കെ ഇതിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യവും ഉണ്ടായിട്ട് 10-15 മാങ്ങകൾ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തെയും മാങ്ങാ സീസൺ കഴിയുമ്പോഴാണ് ഞങ്ങളുടെ മാവ് പൂക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ വർഷവും എല്ലായിടത്തെയും മാങ്ങാ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മാവ് പൂത്ത് 10-15 മാങ്ങയോളം ഉണ്ട് കേട്ടോ. അങ്ങനെ സാധാരണ ഞാൻ ഈ സമയത്ത് ഈ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുന്ന സമയമാണേ. പക്ഷേ ഇപ്പോൾ അടുപ്പിച്ച് 2 ദിവസം മഴ പെയ്തുകൊണ്ട് ഞാനങ്ങനെ വെള്ളം കോരിയില്ല. പിന്നെ സന്ധ്യയും മിറ്റമൊക്കെ തൂത്ത് അകമൊക്കെ തൂത്തിട്ട് വിളക്ക് കത്തിച്ച് വെച്ചേ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നാമഞ്ചിൽ ഞാനിരുന്ന് അതൊക്കെ കഴിഞ്ഞ് നാമഞ്ചിലൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഇരുന്നുകൊണ്ട് അതിൻ്റെ മുമ്പ് ഇരുന്ന് കഥ പറയും. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ ഇരിക്കും. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെളിയിലോട്ട് നോക്കി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കഥയൊക്കെ പറയും അവിടെ ഇരുന്ന്. അങ്ങനെ ഞാനും പിള്ളേരും കൂടി ഇവിടെ ഇരുന്ന് കുറേ നേരം കഥയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രധാന പരിപാടിയാണ് കുറച്ച് ദിവസം കൊണ്ട് നല്ല ശ്രീക്കുട്ടിയുടെ ടെക്സ്റ്റ് പുസ്തകമൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ശ്രീക്കുട്ടി എന്തും പറയാമേ പുസ്തകവും ബുക്കൊക്കെ പൊതിഞ്ഞ് തരാമെന്ന്. എനിക്ക് എന്നും മടി കാരണം ഞാൻ ഇന്ന് വേണ്ട നാളെ ആട്ടെ ഇതിങ്ങനെ പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരുന്നേ. അവസാനം ഇന്നലെ അങ്ങ് പൊതിഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ലാസ്റ്റ് ബുക്കും പുസ്തകവും എല്ലാം ഞങ്ങൾ പൊതിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്